ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ് കേരള. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട KFC ചിക്കനാണ്. KFC ചിക്കൻ്റെ ഒരു ഒറിജിനൽ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. സാധാരണ കാണുന്ന റെസിപ്പികളിലെല്ലാം ഓട്സൊക്കെ ഇട്ട് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ റെസിപ്പി വളരെയധികം സിമ്പിളാണ്. KFCയുടെ ഒറിജിനൽ ടേസ്റ്റിനോട് തന്നെ ചേർന്ന് നിൽക്കും. അതിനായി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 3-4 വലിയ പീസ് ചിക്കൻ. അത് തൊലിയോടെ കൂടെ തന്നെ വേണം നമുക്ക്. അതിൻ്റെ കൂടെ 1 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് കടലമാവ്, അതിൻ്റെ കൂടെ ഒരു അല്പം പാല്, 2 മുട്ട, ഒരല്പം മുളക് പൊടി, പിന്നെ ഉപ്പും കൂടി മതി. നേരത്തെ പറഞ്ഞതുപോലെ KFC ചിക്കന് ഒറിജിനൽ ടേസ്റ്റ് തരുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യും. ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ചിക്കൻ എടുത്തുനിന്ന് സ്കോർ ചെയ്ത് അതിലേക്ക് മസാലയെല്ലാം നമുക്ക് പുരട്ടി വെക്കണം. അതെല്ലാം ഉള്ളിൽ ചെല്ലുന്ന രീതിയിൽ നല്ല രീതിയിൽ വേണം സ്കോർ ചെയ്യാൻ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന കടലമാവിലോട്ട് 2 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന പാലും അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. KFCയുടെ മസാല ബാറ്റർ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വേണം. എന്നാലേ എല്ലാം ചിക്കനിലോട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ മസാല ബാറ്റർ നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിപ്പം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാ സൈഡും എത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്തിട്ട് നമ്മളിത് 1 മണിക്കൂറെങ്കിലും മിനിമം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ തലേ ദിവസം ഇത് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിച്ചാലും വളരെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് ഊറ്റി മാറ്റി വെച്ചിരിക്കണം. അല്ലെങ്കിൽ ചിക്കൻ വറുക്കുന്ന സമയത്ത് ഈ ഒത്തിരി വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയ്ഡും ടെക്സ്ചറും ഒന്നും കിട്ടില്ല. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അത് പീനട്ട് ഓയിലാണ്. KFC ചിക്കൻ ഒറിജിനലി പീനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴും പീനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. പീനട്ട് ഓയിലും സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിലും വറുക്കുമ്പം ചിക്കന് നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഓയിലും ഓരോരോ പീസ് ഫ്രൈ ചെയ്തിട്ട് നോക്കാം ടേസ്റ്റിൻ്റെ വ്യത്യാസം. അപ്പം പീനട്ട് ഓയിൽ വറുക്കുന്ന ചിക്കനായിരിക്കും കൂടുതലും നമുക്ക് KFCയുടെ ഒറിജിനൽ റെസിപ്പിയുടെ അതേ ടേസ്റ്റിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നത്. ഇനിയും ബാക്കിയുള്ള മൈദയിലേക്ക് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ചിക്കൻ എടുത്ത് അതിൽ മൊത്തത്തിൽ മൈദയിൽ പൊതിയണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഓട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. മൈദ തന്നെ ഫ്രൈ ആയി വരുമ്പോൾ നല്ല ക്രഞ്ചിനെസ് തരും. പക്ഷെ നല്ലതുപോലെ ചിക്കനിലെ എല്ലാ സൈഡിലും എത്തക്ക രീതിയിൽ മൈദയിൽ നല്ലതുപോലെ പൊതിയണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് സിംഗിൾ ലെയർ ആയിട്ടോ ഡബിൾ ലെയർ ആയിട്ടോ പൊതിയാം. ഡബിൾ ലെയർ ആയിട്ട് പൊതിയുന്നതിന് ആദ്യം മൈദയിലൊന്ന് മുക്കി നല്ലപോലെ പൊതിഞ്ഞ ശേഷം ഒന്നും കൂടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവിയിലോട്ട് ഒന്നും കൂടി ചെറുതായിട്ട് ചിക്കനെ മുക്കിയിട്ട് പിന്നെയും മൈദയിലൊന്നും കൂടി പൊതിയുക. അപ്പോൾ നല്ലതുപോലെ ചിക്കന് ചുറ്റും നല്ലൊരു ലെയർ ഉണ്ടാകും. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഓർക്കേണ്ടത് എണ്ണ ചൂടായിട്ട ശേഷമേ ഇടാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രഞ്ചിനെസ് ചിക്കൻ ഉണ്ടാവില്ല. ചിക്കൻ ഏകദേശം ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഓർക്കേണ്ടത് അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്കും എല്ലാ സൈഡും തിരിച്ചിട്ട് കൊടുക്കണം. എണ്ണ ആവശ്യത്തിനുണ്ടാവണം, കാരണം എണ്ണയിൽ മുങ്ങി നിന്ന് വേണം ചിക്കൻ വറുത്തെടുക്കാൻ. അതുകൊണ്ട് എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ആവുന്ന വരെ ഒരു 12 മുതൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് വരും. ചിക്കൻ ഇപ്പോൾ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ കളറെല്ലാം നല്ലപോലെ മാറി നമുക്കിപ്പോൾ ഒരു KFC ഒറിജിനൽ കഴിക്കുന്ന ഒരു കളറെല്ലാം വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പീനട്ട് ഓയിലാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിൽ. വേറെ ഏതോ ഓയിൽ ഉപയോഗിച്ചാലും നമ്മൾ KFC കഴിക്കുന്നതിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പീനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ടെക്സ്ചറും അതെല്ലാം മൈദയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമുക്കിനിയും ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് വറുത്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പീസും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം കൂടി ഷെയർ ചെയ്യുക. താങ്ക്